രാവിലെ 9 മണിക്കാണ് ഫറൂഖ് കോളേജ് പരിസരത്തുള്ള വീട്ടിൽ നിന്നും എൻ്റെ ബൈക്ക് യാത്ര ആരംഭിച്ചത്. നീണ്ട യാത്രയ്ക്ക് ശേഷം കരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലായിരുന്നു പിന്നീട് ബൈക്ക് നിർത്തിയത്. നീണ്ടുകിടക്കുന്ന ശുദ്ധ ജലാശയമാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്ത കാലത്താണ് ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു തുടങ്ങിയത്. അല്പസമയം അവിടെ ചെലവിട്ട ശേഷം എൻ്റെ യാത്ര തുടർന്നു. കക്കയം ഡാമായിരുന്നു അടുത്ത ലക്ഷ്യം. ഇടയ്ക്കിടെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ നദികൾ. അവ റോഡിന് കുറുകെ സഞ്ചരിച്ച് താഴോട്ട് ഒഴുകിപ്പോകുന്നു. തുടർച്ചയായ കയറ്റമാണ്. അറ്റകുറ്റപ്പണികൾ ചെയ്ത് സാമാന്യം ഭേദപ്പെട്ട റോഡ്. കരിമ്പാറ പൊട്ടിച്ചെടുത്താണ് ചുരൻ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. പാർശ്വഭിത്തി ഭംഗിയായി കെട്ടിയിട്ടുണ്ട്. 2017 മുമ്പ് ഇതേപോലെ ഒരു ബൈക്ക് യാത്ര കക്കയത്തേക്ക് ഞാൻ നടത്തുകയുണ്ടായിട്ടുണ്ട്. അന്ന് ഈ റോഡ് അത്ര സുരക്ഷിതമായിരുന്നില്ല. ഉച്ചയ്ക്ക് മുമ്പുള്ള സമയമായതുകൊണ്ടായിരിക്കാം യാത്രക്കാർ വളരെ കുറവാണ്. സഞ്ചാരികൾ എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. എതിർവശത്തെ മലമുകളിൽ കാണുന്നതാണ് പെൻസ്റ്റോക്ക് എന്നറിയപ്പെടുന്ന പൈപ്പ്. ഇത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ്. കുന്നിൻ മുകളിൽ 2 ടണലുകൾ കടന്നാണ് ഇത് താഴ്വാരത്തുള്ള പവർ ഹൗസിൽ എത്തിച്ചേരുന്നത്. വഴിയിൽ ചെറുതും വലുതുമായ അനേകം വെള്ളച്ചാട്ടങ്ങൾ. വീണ്ടും ചെറിയൊരു വെള്ളച്ചാട്ടം. വഴിയരിയിൽ കണ്ടതിൽ സാമാന്യം വിപുലമായ ഒരു വെള്ളച്ചാട്ടമാണിത്. അങ്ങകലെയായി കാണുന്ന ജലാശയങ്ങൾ തോണിക്കടവിലെയും കരിയാത്തംപാറയിലെയുമാണ്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഈ ചുരം യാത്രയിൽ നമുക്ക് ലഭിക്കുന്നത്. ഡാം സൈറ്റിൽ എത്തിച്ചേരുമ്പോൾ സമയം 12 മണി. ഡാം സൈറ്റിലേക്ക് പ്രവേശിക്കാൻ 20 രൂപ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപയും. അകത്ത് കടന്ന ഉടൻ ആദ്യമായി അന്വേഷിച്ചത് വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്നാണ്. നിലവിലുള്ള ടീ സ്റ്റാളുകൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു. റിസർവോയർ പശ്ചാത്തലമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു സെൽഫി പോയിന്റ്. 2017 ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ബോർഡാണിത്. ഡാം സൈറ്റിനെ കുറിച്ചും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇതവിടെ കാണുന്നില്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. ശാന്തവും പ്രകൃതിരമണീയവുമായ റിസർവോയറിൽ വേണമെങ്കിൽ ഒരു ബോട്ട് സവാരി നടത്താം. നല്ല തുകയാണ് അവർ ഇതിനു വേണ്ടി ഈടാക്കുന്നത്. ഇവിടെ പ്രധാനമായും കാണാനുള്ളത് ഉരക്കുഴി വെള്ളച്ചാട്ടമാണ്. റോഡ് വഴി ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു വേണം വെള്ളച്ചാട്ടത്തിന് സമീപമെത്താൻ. പോകുന്ന വഴിയാണ് അണക്കെട്ട്. ഇന്ന് അണക്കെട്ടിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. ദൂരെ നിന്ന് കാണുക മാത്രം ചെയ്യാം.
മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഒരു വശത്ത് തിങ്ങി നിറഞ്ഞ വനം, എതിർവശത്ത് മരങ്ങൾക്കിടയിലൂടെ കാണുന്ന ജലാശയം. റോഡ് ഒരു ഹെയർപിൻ വളവിലെത്തിയപ്പോൾ എതിർവശത്ത് ഒരു ബോർഡ് കണ്ടു. പുരക്കുഴി വെള്ളച്ചാട്ടം. അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടക്കേണ്ടതാണ്. കരിങ്കൽ പാളികൾ പാകിയ പാത. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തടഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. ധാരാളം അട്ടകളുടെ ആക്രമണവും ഇവിടെ പ്രതീക്ഷിക്കാം. കുത്തിയൊഴുകുന്ന ജലത്തിൻ്റെ ഇരമ്പൽ കേട്ടു തുടങ്ങി. ഏതാനും സഞ്ചാരികൾ മുമ്പേ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴിവിടെ കാണുന്നത്. 2017 എടുത്ത തൂക്കുപാലത്തിൻ്റെ ചിത്രമാണിത്. ഇപ്പോൾ അത് വെറും അസ്ഥിപഞ്ജരം മാത്രമായിരിക്കുന്നു. 2018 പ്രളയ സമയത്ത് ഡാം തുറന്നുവിട്ടപ്പോഴുണ്ടായ കുത്തൊഴുക്കിൽ നാശം സംഭവിച്ചതാണ് ഈ പാലത്തിനെന്നാണ് ഇവിടെ നിന്നറിയാൻ കഴിഞ്ഞത്. പാറകൾക്കിടയിലൂടെ കുത്തിയൊഴുകി താഴോട്ട് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം എവിടെയാണ് പതിക്കുന്നതെന്ന് ഒരിക്കലും കാണാൻ കഴിയില്ല. സഞ്ചാരികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഗാർഡുകൾ ഇവിടെ വളരെ സജീവമാണ്. സഞ്ചാരികൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് ഒരു ഗാർഡ് വളരെയധികം സജീവമായി തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വക ഒരു വിവരണവും. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊട്ടിക്കുടിയെല്ലാം പോയിട്ട് പല ഭാഗത്താക്കുന്ന ഉദാഹരണം മാത്രമാണ്. ആ വളവിലെടുത്ത് നടക്കുന്ന വള്ളിവെള്ളം മുഴുവനുണ്ട്. പാറയുടെ മോളിക്കൂടി ആദ്യം വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കൂടി അധികം വെള്ളം ഒഴുകുന്നത്. പാറ പൊട്ടിക്കുടി പോയിട്ട് പല ഭാഗത്താണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും നിരക്കുഞ്ഞി വെള്ളച്ചാട്ടത്തിലേക്ക് വീട് പോയാൽ പോയി കൂടെ വന്നയാൾ തിരിച്ചുകൂടെ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഇരുത്തുന്ന യന്ത്രങ്ങൾ വിദ്യാർത്ഥി സഖാബ് രാജന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് നാട്ടുകളിൽ സാധിക്കുന്ന മറ്റ് 76 മുതൽ ഇത് യഥാർത്ഥ താലിബാണ്ടാണ്. നമ്മുടെ കക്കയോ ഉയർത്തുക ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ. ഈ വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോകുന്ന താഴെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. കരിയത്തുംപാറ തോടിക്കടവെന്ന ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അങ്ങോട്ട് ഒഴുകിപ്പോകുന്ന വെള്ളമുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്തണമെങ്കിൽ കരിയത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയിൽ കൂടെ കയറി ഉപയോഗിച്ച് വരുമെന്ന് മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗം നമുക്ക് എത്താനൊക്കൂ. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പിൽ കേട്ടുകൊണ്ട് കുറേ സമയം അവിടെ ചെലവിട്ടു. പതുക്കെ മടക്കയാത്ര ആരംഭിച്ചു.
പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള മടക്കയാത്ര. താഴെ കക്കയം ടൗണിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഉച്ചഭക്ഷണം ലഭ്യമായത്. എസ്റ്റേറ്റ് മുക്കിലേക്ക് ഇവിടെ നിന്ന് 18 കിലോമീറ്റർ ദൂരമുണ്ട്. താമരശ്ശേരി വഴി തന്നെയാണ് തിരിച്ചുള്ള യാത്ര പൂർത്തിയാക്കിയത്.